الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പലരോടും ഇഷ്ടമുണ്ട്, കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. ചിലരോടൊക്കെ അകൽച്ചയുണ്ടാകാം. മനുഷ്യ സഹജമാണ്. ഇഷ്ടം മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കും. ഏതോ രാജ്യത്തുള്ള തൻ്റെ കാമുകൻ മരണപ്പെട്ടത് കൊണ്ട് പാറമടയിൽ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയെ കണ്ട സാഹചര്യം ആനുകാലികമാണ്. സ്നേഹം വല്ലാത്തൊരു പ്രതിഭാസമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ സ്നേഹം അള്ളാഹുവിനോടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ 7 ഷർത്തുകളിൽ അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ ഉള്ള 7 നിബന്ധനകളിൽ ഒരു നിബന്ധന മഹബ്ബത്താണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്. അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടണം. എങ്ങനെയാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുക? നമ്മെ അള്ളാഹ്ക്ക് ഇഷ്ടാണോ അല്ലേ എന്നെങ്ങനെ മനസ്സിലാകുക? അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ എന്താണ് കാര്യം? ഇതൊക്കെയാണ് ഖുർആനിലും ഹദീസിലും നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ഖുദ്സിയായ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ സ്നേഹത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഹദീസ് എന്ന് പണ്ഡിതന്മാര് പറയുന്ന ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു ആണ് പറയുന്നത്. അള്ളാഹു പറയുന്നു, മൻ ആദാലി വലിയം ഫഖദ് ആദംതുഹു ബിൽ ഹർബ്. ആരെങ്കിലും എൻ്റെ സ്നേഹിതനെ, ഞാൻ ഇഷ്ടപ്പെടുന്നവനെ എതിർത്തു, സംസാരം കൊണ്ടോ അതല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടോ നിലപാട് കൊണ്ടോ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കെതിരായി പ്രവർത്തിച്ചാൽ ഫഖദ് ആദംതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നു. മറുഭാഗത്ത് അവന്റെ കാര്യം ഏറ്റെടുത്ത് അള്ളാഹു ഉണ്ടാകും. അള്ളാഹുവിന്റെ വിലായത്ത്, വലിയാവുക. വിലായത്ത് ഖുർബാണ്, അള്ളാഹുവിലേക്കുള്ള അടുപ്പമാണ്. അദാവത്ത്, അള്ളാഹുവിന്റെ വെറുപ്പ് എന്ന് പറഞ്ഞാൽ അകൽച്ചയാണ്, ബുഅ്ദാണ്. ആളുകളുമായിട്ട് അങ്ങനെ തന്നെയാണ്. സ്നേഹമുണ്ടെങ്കിൽ അടുക്കും, വെറുപ്പുണ്ടെങ്കിൽ അകലും. അപ്പൊ അള്ളാഹുവുമായി സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹുവുമായി അടുക്കണം.
എന്നിട്ട് അള്ളാഹു പറയുന്നു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറൽതു അലൈഹി. എന്റെ ദാസൻ എന്നിലേക്ക് ഏറ്റവും നന്നായി അടുക്കുക, ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്തിട്ട് അടുക്കുക, ഞാൻ നിർബന്ധമാക്കിയ കാര്യം ചെയ്യുക വഴിയാണ്. ഇസ്ലാം കാര്യത്തിന് നിർബന്ധമായതുണ്ടല്ലോ. 5 നേരത്തെ നിസ്കാരം, നോമ്പ് വരാൻ പോകുന്നു. അതൊക്കെ ചെയ്താലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടുപ്പം നടക്കുക. ഒരു സഹാബി റസൂലിനോട് വന്നിട്ടൊരു ചോദ്യം, അള്ളാന്റെ റസൂലെ അറഅയ്ത, നിങ്ങളൊന്ന് പറഞ്ഞുതരുമോ, ഇതാ സല്ലൈത്തുൽ മക്തൂബാത്തി, ഞാൻ 5 നേരത്തെ ഫർദ് നിസ്കാരം നിർവഹിച്ചു, വസുന്തു റമളാന, റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റു, വഅഹലൽതുൽ ഹലാല വഹറംതുൽ ഹറാമ, ഹലാലുകളൊക്കെ ഞാൻ ഹലാലാണെന്ന് മനസ്സിലാക്കി ചെയ്തു, വഹറംതുൽ ഹറാമ, ഹറാമൊക്കെ ഹറാമാക്കി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ ഒഴിവാക്കി, വലം അസിദ് അലാ ദാലിക ഷൈഅൻ, ഇതിനേക്കാൾ കൂടുതൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ പോവാ റസൂലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതേ. ഈ മനുഷ്യൻ സക്കാത്തിന്റെ കാര്യവും ഹജ്ജിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അവന്റെ അവസ്ഥ റസൂലിന് അറിയാം. സാമ്പത്തികമായിട്ടൊന്നുമില്ല, പിന്നെ ഓനത്ത് സക്കാത്ത് കൊടുക്കാനാ, എങ്ങനെ ഹജ്ജ് ചെയ്യാനാ? ഞാൻ അള്ളാഹ് നിർബന്ധമാക്കിയ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നോമ്പ് വച്ചിട്ടുണ്ട്, ഹലാലൊക്കെ ചെയ്യും, ഹറാമുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിന്റെ അസ്ഥിവാരം. ഇത് ചെയ്താൽ തന്നെ സ്വർഗമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതാണ് ഈ ഖുദ്സിയായ ഹദീസിലും അള്ളാഹു പറയുന്നത്. എന്നിലേക്ക് അടുക്കാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളിലൂടെയാണ് ഒന്നാമതായി എടുക്കേണ്ടത്. അതിനു പുറമെ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തുകൾ കൂടി ചെയ്തിട്ട് എന്നിലേക്ക് അടുക്കുക. അങ്ങനെ അടുക്കുമ്പോൾ അത്താ ഉഹിബ്ബഹു, ഞാൻ അവനങ്ങ് ഇഷ്ടപ്പെടും. അത് വല്ലാത്തൊരു ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫൈദാ അഹ്ബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, പിന്നെ അവൻ കേൾക്കുന്ന കാത് ഞാനാണ്, വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാണ്, വയദഹു അല്ലദീ യബ്തിഷു ബിഹാ, അവൻ പ്രവർത്തിക്കുന്ന കൈ ഞാനാണ്, വരിജ്ലഹു അല്ലദീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാലും ഞാനാണ്, വഇൻ സഅലനി ലഉതിയന്നഹു, എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും, വലഇൻ ഇസ്തആദനി ലഉഈദന്നഹു, അവൻ എന്നോട് കാവൽ ചോദിച്ചാൽ ഞാൻ അവന് കാവലുണ്ടാക്കി കൊടുക്കും, ഞാൻ അവനെ സംരക്ഷിക്കും. അള്ളാഹു ഏറ്റെടുക്കുകയാണ്. അള്ളാഹു അവന്റെ കണ്ണാകുന്നു, കാതാകുന്നു, കയ്യാകുന്നു, കാലാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ കേൾക്കൂ. അള്ളാഹ് വെറുക്കുന്നത് അവന് വെറുപ്പാണ്. ഗീബത്ത് വെറുപ്പാണ്. നാവ് സംസാരിക്കില്ല, ഗീബത്ത് പറയില്ല, നമീമത്ത് പറയില്ല. നമീമത്തിനോട് നമുക്ക് വെറുപ്പുണ്ടോ? നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന് നമ്മോട് സ്നേഹമുണ്ട്. അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളോട് നമുക്ക് അകലമുണ്ടോ, വെറുപ്പുണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹ് നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പൊ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നോ എന്ന മനസ്സിലാക്കാനുള്ള ഒരളവ് പോലായി ഈ ഹദീസിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹ് തന്നെ പറയുന്നു, അലാ ഇന്ന ഔലിയ അള്ളാഹ്, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അവന്റെ ഔലിയാ ലാ ഖൗഫുൻ അലൈഹിം, ഭാവിയിൽ വരാനുള്ളതിനെ സംബന്ധിച്ചൊന്നും പേടിക്കാനില്ല അവർക്ക്, സുരക്ഷിതമാണ് ഭാവി. വലാഹും യഹ്സനൂൻ, നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി സങ്കടപ്പെടാനുമില്ല. ഇവിടുന്ന് മരിച്ചു പോകുമ്പോ അത് പോയി ഇത് പോയി ഒന്നും സങ്കടപ്പെടാനില്ല. ആരാണ് ഈ ഔലിയാ? അല്ലദീന ആമനു, അവർക്ക് ഈമാനുണ്ട്, തൗഹീദ് റെഡിയാണ്, വകാനു യത്തഖൂൻ, അവർക്ക് തഖ്വയുണ്ട്, തഖിയാണ്, മുത്തഖിയാണ്. അപ്പൊ ഈ രൂപത്തിൽ ജീവിച്ചാൽ അല്ലാഹു തആല ഇഷ്ടപ്പെടും, വിലായത്ത് ലഭിക്കും. വിലായത്ത് എന്ന് പറഞ്ഞാൽ കസ്ബിയാണ്. അതിന്റെ വാതിൽ എല്ലാവരുടെ മുന്നിലും മലർക്കെ തുറന്നു വെച്ചതാണ്. ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് കയറി ചെല്ലാം. ആരെയും അള്ളാഹു തടഞ്ഞു വെക്കില്ല. നേരെ മറിച്ച് നുബുവത്ത്, അത് അള്ളാഹുവുമായുള്ള ഒരു അടുപ്പമാണെങ്കിലും അത് കസ്ബിയല്ല, ഒരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അള്ളാഹു തെരഞ്ഞെടുത്തിട്ട് കൊടുക്കുന്നതാണ്. അതിന്റെ കാലം അവസാനിച്ചു. അന്തിമമായ നുബുവത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു.
നുബുവത്ത് കിട്ടിയ ആള് മഅസൂമാണ്, നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. മഅസൂമാണ്, പാപരഹിതരാണ് എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത്, അവര് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വഴി നമ്മുടെ ഖുദ്വത്ത്, നാം അനുഗമിക്കേണ്ടവരാണവർ. അപ്പൊ അവരിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കില്ല, സുരക്ഷിതരാണ്. അവരെ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ ഒരു വീഴ്ചയും അവർ വരുത്തില്ല, പൂർണ്ണമായി എത്തിച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ വിലായത്ത്, അള്ളാഹുവിന്റെ വിലായത്ത്, അള്ളാഹുവിന്റെ സ്നേഹം അത് ലഭിച്ച ആളുകൾ മഅസൂമല്ല, മഹ്ഫൂദാണ്. മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രത്യേകമായ ഒരു സംരക്ഷണം അവരുടെ കാര്യത്തിൽ നടത്തുന്നതാണ്, ഒരു പ്രത്യേക ശ്രദ്ധ. കുറ്റകൃത്യങ്ങളുടെ സാഹചര്യം വരുമ്പോ അവരുടെ ഖൽബ് അല്ലാഹു പിടിക്കും. വേണ്ട എന്ന അതിശക്തമായ ഒരു ഉൾവിളി അള്ളാഹുവിനെ സ്നേഹിച്ചാൽ മുഅ്മിനീങ്ങൾക്കുണ്ടാകും. അതിനാണ് ഹിഫ്ള്, മഹ്ഫൂദ് എന്ന് പറയുന്നത്. ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ ഉയർന്നു വന്നാൽ നമുക്കറിയാം എന്നോട് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ട്. ഇതാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നു. അമ്പിയാക്കൾ മഅസൂമാണ്. അതുകൊണ്ട് തന്നെ ഒരു കളവ് നടത്തിയ പ്രവാചകനെ കാണില്ല. പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ചാൽ ഒരു പലിശ വാങ്ങിയ നബിയെ കാണൂല. ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരു പ്രവാചകനെയും കാണില്ല. കാരണം അവർ മഅസൂമാണ്. അമ്പിയാക്കളല്ലാത്ത മറ്റേത് വിഭാഗത്തെ എടുത്തു നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. പക്ഷെ അമ്പിയാ മഅസൂമാണ് എന്ന് പറഞ്ഞാൽ അവർ സ്വയം പരിപൂർണരാണ് എന്നല്ല, ഇസ്മത്ത് ലഭിച്ച അള്ളാഹുവിങ്കൽ നിന്ന് കാവൽ ലഭിച്ച ആളുകളാണ്. പരിപൂർണൻ, സ്വയം പരിപൂർണൻ അത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി എന്താണ് നുബുവത്ത്, എന്താണ് വിലായത്ത്, അള്ളാഹുവിന്റെ സംരക്ഷണം, ഇതെല്ലാം കൃത്യമായി അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും നമ്മുടെ കാര്യം പറയാം. അങ്ങനെ അള്ളാഹു സ്നേഹിച്ചു, അള്ളാഹു ഇഷ്ടപ്പെട്ടു ഒരു മനുഷ്യനെ, ഫർളൊക്കെ ചെയ്തു. അതിന്റെ പുറമെ ആരെയും ഉപദ്രവിക്കുന്നില്ല, ജനങ്ങൾക്കൊക്കെ ഉപകാരമാണ്. അങ്ങനെയൊക്കെ ആകുമ്പോ ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടും. ഈ ഇഷ്ടം എങ്ങനെ വരുന്നതാ? ആദ്യമായി അള്ളയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് ആ വ്യക്തിയുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം വാനലോകത്തുണ്ടാവുകയാണ്. സഹീഹായ ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലിനോട് അള്ളാഹു പറയും, എനിക്ക് ഇന്ന വ്യക്തിയെ ഇഷ്ടാണ്, അതുകൊണ്ട് നീ അവനെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ ഇഷ്ടപ്പെടുകയാ. അംഗീകാരം വരുന്നത് ആകാശത്ത് നിന്നാ, വാനലോകത്ത് നിന്നാണ്. ജിബ്രീൽ വിളംബരം ചെയ്യുന്നു ആ മലക്കുകളുടെ ഇടയിൽ. ആകാശത്തൊരിടവും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന മലക്കുകളില്ലാതെ ഇല്ലല്ലോ. അത്രയും വലുതാണ് ആ മലക്കുകളുടെ വ്യൂഹം. എന്നിട്ട് ആ മലക്കുകൾ മുഴുവനും ഇഷ്ടപ്പെടുകയും അവർ മനുഷ്യരുടെ മനസ്സിലേക്ക് ആ വ്യക്തിയോടുള്ള ഒരു ഇഷ്ടം സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും അവരെ ഇഷ്ടപ്പെടുകയാണ്. ജനങ്ങൾ മുഴുവനും ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഭൂമിയിൽ, ആകാശത്ത് മലക്കുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചില സംഗതികളൊക്കെ ഒരു നിയന്ത്രണം അല്ലാഹു തആല ഏർപ്പെടുത്തും. അള്ളാഹ് ഇഷ്ടപ്പെട്ട ആൾക്ക്, അങ്ങനെ തന്നെയാണല്ലോ നമ്മളും. ഒരു രോഗിയെ ചികിത്സിക്കുന്ന സമയത്ത് കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാകും. പക്ഷേ വെള്ളം കൊടുക്കാൻ പറ്റൂല എന്ന് ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാറില്ല. എന്തേ കാരണം? വെറുപ്പ് കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. അപ്പൊ ചില മേഖലയിലേക്ക് അത്തരം ആളുകൾ പോകുമ്പോ ഒരു നഷ്ടമൊക്കെ വരും. എന്തിനാ? നീ അങ്ങോട്ട് പോകണ്ട, അള്ളാഹു പിടിച്ചു വെക്കുക. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, ഒരു ദാസനെ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ ഹമാഹു ദുനിയ, ആഖിറം കേടാക്കുന്ന ദുനിയാവ് അള്ളാഹു അവന് തടഞ്ഞു വെക്കും. ഹിമായത്ത്, ഒരു പ്രത്യേക ശ്രദ്ധ. അതുകൊണ്ട് ദുനിയാവ് കിട്ടൂല, പൈസ കിട്ടൂല എന്നൊന്നുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി അവന്റെ ആഖിറത്തിന് കേടുവരുന്ന എന്തെല്ലാം ഉണ്ടോ അത് അള്ളാഹു തടഞ്ഞു വെക്കും. കമാ യളില്ലു അഹദുക്കും
യഹ്മി സഖീമഹു അൽമാഉ. നിങ്ങളിൽപ്പെട്ട ഒരാൾ രോഗിക്ക് വെള്ളം തടഞ്ഞു വെക്കുന്നത് പോലെ, ചില രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാത്തത് പോലെ, അത് അദ്ദേഹത്തിന് കേടായത് കൊണ്ട് തടഞ്ഞു വെക്കുന്നത് പോലെ ഒരു നിയന്ത്രണം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഇദാ അറാദല്ലാഹു അസ്സ വജല്ല ബി അഹ്ലി ബൈത്തിൻ, ഒരു വീട്ടുകാരെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു വീട്ടുകാരെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അദ്ഖല അലൈഹിമുർ റിഫ്ഖ്, അല്ലാഹു തആല അവർക്ക് ഒരു മയം ആളുകളോട് പെരുമാറുമ്പോ, സംസാരിക്കുമ്പോ, അവരുടെ ഇടപഴക്കത്തിലൊക്കെ അവരുമായിട്ട് ഇടപഴകാൻ പറ്റുമെന്നുള്ള ഒരു മയവുമെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. നേരെ മറിച്ച് അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അഹങ്കാരിയായിരിക്കും, സംസാരിക്കാൻ കഴിയില്ല. ഒരു കോലത്തിലും അടുക്കാൻ പറ്റാത്ത ചില മനുഷ്യന്മാരില്ലേ, അപ്പൊ മനസ്സിലാക്ക അള്ളാഹ് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഇതൊക്കെ വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കിങ്ങനെ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകും. ഇനി വല്ല സന്ദർഭത്തിലും ഇബ്തിലാ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള പരുവത്തിലേക്ക് നമ്മൾ ഉയർന്നു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, ഒരു കുട്ടി മരണപ്പെട്ടു പോയി. അങ്ങനെ അതിന്റെ റൂഹും പിടിച്ച് മലക്കുകൾ പോകുമ്പോ അല്ലാഹു തആല ചോദിക്കും പോലും, എന്റെ ദാസന്റെ ഹൃദയ പുഷ്പം നിങ്ങൾ പിടിച്ചോണ്ടോന്നോ? എന്റെ ദാസന്റെ കുട്ടിയെ നിങ്ങൾ കൊണ്ടുവന്നോ? മലക്കുകൾ പറയും, അതെ. അള്ളാഹ്ക്കറിയാത്തത് കൊണ്ടല്ല, ബാക്കി പറയാൻ വേണ്ടിയാ. അള്ളാഹു ചോദിക്കും, എന്നിട്ട് എന്റെ ദാസൻ എന്ത് പറഞ്ഞു? ഹമിദക വസ്തർജഅ, അൽഹംദുലില്ലാഹ് പറഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതാണ് പറഞ്ഞത് എന്ന് പറയുമ്പോ അല്ലാഹു തആല പറയും, ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി വെക്കുക, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്ട് വെക്കണം. അപ്പൊ എന്ത് പ്രയാസമുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിനോടാണ് സ്നേഹമെങ്കിൽ. നേരെ മറിച്ച് ദുനിയാവിനോടാ സ്നേഹമെങ്കിലോ വലിയ വിഷമായിരിക്കും, വലിയ പ്രയാസമായിരിക്കും. എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ പലരും തവക്കുലാക്കും. അള്ളാഹുവിൽ 5% തവക്കുൽ, 95% തവക്കുൽ ദുനിയാവിലാണ്. അവന്റെ പദവിയിലാണ്, പണത്തിലാണ്, സ്വാധീനത്തിലാണ്. മക്കൾക്ക് നല്ല ജോലിയുണ്ട്, അപ്പൊ പിന്നെ നല്ല തവക്കുലായി, പേടിക്കാനൊന്നുമില്ല കാര്യമായിട്ട് എന്ന ഒരു മാനസികാവസ്ഥയിലായി. എന്നിട്ടോ ശറയിൽ പറയുന്നുണ്ടല്ലോ അള്ളാഹുവിൽ തവക്കുലാക്കണം. അതിനൊരു തവക്കൽത്തു അലല്ലയും അല്ല. അള്ളാഹ് ഇഷ്ടപ്പെടുന്നുണ്ടോ? പരിപൂർണമായ തവക്കുൽ അള്ളാഹുവിൽ തന്നെയാകണം. അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അള്ളാഹുവിനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അള്ളാഹു നമുക്ക് തൗഹീദ് മനസ്സിലാക്കി തന്നു, നമുക്ക് ഹിദായത്ത് തന്നു. ചുരുങ്ങിയ വർഷത്തെ അധ്വാനം കൊണ്ട് ശാശ്വതമായ സ്വർഗം അല്ലാഹു തആല തരാനിരിക്കുകയാണ്. നമുക്ക് അല്ലാഹു തആല വിശേഷ ബുദ്ധി തന്നു, മൃഗങ്ങളെ പോലെയാക്കിയില്ല. അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് അല്ലാഹു തആല ഇറങ്ങി വരും. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ച ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ഏത് തെറ്റ് ചെയ്തു പോയെങ്കിലും അത് തിരുത്താനുള്ള അവസരം ഒരു മധ്യസ്ഥനുമില്ലാതെ നീ പറഞ്ഞോ, ഞാൻ അംഗീകരിക്കാമെന്ന് പറയുന്ന നമ്മുടെ യജമാനൻ, നമ്മുടെ അള്ളാഹു. ആ അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ഭൂമി നിറയെ തെറ്റുമായി വന്നാലും ആകാശം നിറയെ മഗ്ഫിറത്തുമായി ഞാൻ വരാമെന്ന് പറഞ്ഞ അള്ളാഹുവിനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? എല്ലാ നിലക്കും അള്ളാഹു മാത്രമാണ് ഏറ്റവും ഒന്നാമതായി സ്നേഹിക്കപ്പെടേണ്ടവൻ എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളോട് റസൂലുള്ളാഹി പറഞ്ഞു തരുന്നത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഫദ്കുറൂനി, എന്നെ ഓർമ്മിക്കൂ നിങ്ങൾ, അദ്കുർക്കും, ഞാൻ നിങ്ങളെ തിരിച്ചോർമ്മിക്കാം. ഇത്തരം ബന്ധം വേറെ ഏതാണുള്ളത്? നമുക്കൊരുപാട് സുഹൃത്തുക്കൾ, അവർ അകലങ്ങളിലാണ്. നമ്മൾ അവരെ പറ്റി ഓർക്കുമ്പോ അവർ തിരിച്ചോർമ്മിക്കാറുണ്ടോ? അവർക്ക് എങ്ങനെ മനസ്സിലാകും?
അള്ളാഹു അങ്ങനെയല്ല. നമ്മൾ എവിടെ നിന്ന് അള്ളാഹുവിനെ ഓർമ്മിച്ചാലും അള്ളാഹു തിരിച്ച് നമ്മെ ഓർമ്മിക്കുന്നു. നമ്മൾ ആരാണ് നമ്മെ ഓർമ്മിക്കുന്നത്? അള്ളാഹുവിന്റെ പദവി, അള്ളാഹുവിന്റെ മഹത്വം. ആ മഹത്വത്തെ അപേക്ഷിച്ച് നാം ഒരു തുള്ളി പോലുമല്ല, ഒരു തുള്ളി പോലുമല്ല, അത്രയും നിസ്സാരന്മാരാണ്. ആ നിസ്സാരന്മാരായ നമ്മെ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഓർമ്മിക്കുന്ന കഥയാണ് ഈ പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ. അള്ളാഹ് പറയുന്നു, നിങ്ങൾ ഒന്ന് ശുക്ർ ചെയ്യൂ, ഞാൻ കൂടുതൽ തരാം. നമ്മൾ അള്ളാഹുവിലേക്ക് ഒന്നെടുത്താൽ, ഒന്ന് മുന്നിട്ടാൽ അള്ളാഹു ഇങ്ങോട്ട് മുന്നിടുന്നു. നമ്മൾ അള്ളാഹുവിനോട് ഒന്ന് സംസാരിച്ചാൽ അള്ളാഹ് തിരിച്ച് സംസാരിക്കുന്നു. അതല്ലേ നമസ്കാരം. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ഹമിദനി അബ്ദി, എന്റെ ദാസൻ എന്നെ സ്തുതിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ. ആ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കാതിരിക്കും. നമ്മളൊരു ചാണെടുത്താൽ, ഒരു മുഴം ഇങ്ങോട്ട് എടുക്കുന്നു, നാം നടന്നു പോയാൽ ഓടിയിട്ട് അള്ളാഹു നമ്മിലേക്ക് വരുന്നു. ഏതെല്ലാം വിധത്തിൽ നമ്മെ സ്വീകരിക്കുന്നു. നമ്മുടെ മനസ്സിൽ ഒരു നന്മ തോന്നിയാൽ അത് ഒരു നന്മയായി എഴുതി വെക്കുകയും, ഒരു തിന്മ തോന്നിയാൽ എന്റെ ദാസനല്ലേ വിട്ടേക്കൂ, അത് എഴുതി വെക്കണ്ട എന്ന് പറയുകയും ചെയ്യുന്ന അള്ളാഹു, ആ അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ഒരു നന്മ ചെയ്താൽ അത് 10 എഴുതി വെക്കുകയും, ഒരു തിന്മ ചെയ്താൽ 1 മതി എന്ന് പറഞ്ഞിട്ട് മലക്കുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്ന നമ്മുടെ നാഥൻ, ആ നാഥനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? നമ്മുടെ ജീവിതം അള്ളാഹുവിനെ സ്നേഹിക്കാനാകണം. അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നിരന്തരമായി ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാകണം നമ്മുടെ കൈമുതൽ. അള്ളാഹു ആ രൂപത്തിൽ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീമ ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിദില്ലാഹ് ഉസൈക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യും. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചു ഐഹിക ജീവിതത്തിൽ. അള്ളാഹു നമ്മെ തിരിച്ചിങ്ങോട്ടും സ്നേഹിച്ചു. എന്നാൽ നമുക്ക് മരണം വരുമ്പോൾ വളരെ ആസ്വാദനമുള്ള ഒരനുഭൂതിയായി ആ മരണം മാറും. ഏതായാലും മരിക്കണം. മരണം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ദിവസവും മരണവാർത്തകൾ കേൾക്കുന്നു. ഈ ആഴ്ചയും നമ്മുടെ മഹല്ലിൽ മരണം നടന്നു. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കെല്ലാം ബർസഖി ജീവിതം അല്ലാഹു തആല സുഖ ജീവിതമാക്കി നൽകുമാറാകട്ടെ. അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു. മരണമാകുന്ന കവാടത്തിലൂടെ ആർക്കും കടന്നു പോകാതിരിക്കാൻ നിവൃത്തിയില്ല. യാ ലൈത ശുഇരി ബഅദൽ ബാബി മദ്ദാറു. ആ വാതിൽ തുറന്നാൽ അതിന്റെ അപ്പുറത്തുള്ള വീട് ഏതാണ് എന്നാണ് അറിയാത്തത്. അദ്ദാറു ജന്നത്തു ഖുൽദിൻ ഇൻ അമിൽത ലഹബിമാ യുർദിൽ ഇലാഹ വഇൻ ഖസ്സർത ഫന്നാറു. അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താണോ ജീവിച്ചത്, ആ വാതിൽ തുറന്നിട്ട്, മരണവാതിൽ തുറന്നിട്ട് കയറാനുള്ള വീട് സ്വർഗമാണ്. ഇനി നേരെ വിപരീതമാണെങ്കിൽ ആ വാതിലിനപ്പുറം നരകമാണ്. ഉമാ മഹല്ലാനി മാ ലിന്നാസി ഗൈറുഹുമാ. ആ 2 സ്ഥലമല്ലാതെ മനുഷ്യർക്ക് മറ്റ് സ്ഥലമില്ല. ഫൻദുർ ലിനഫ്സിക മാദാ അൻത തഖ്താറു. നിനക്ക് നീ എന്താണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ആലോചിക്കണം. മരണവാതിൽ തുറന്നിട്ട് ഏത് വീട്ടിലേക്കാ പോകുന്നതെന്ന് ആലോചിക്കാനുള്ള സമയമാണ് ഈ ഐഹിക ജീവിതം. നല്ലൊരു മരണം നമുക്കുണ്ടാകണം. ഏതായാലും മരിക്കും. അഥവാ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ശരീരമാകുന്ന ജയിലറയിൽ നിന്ന് ഞാൻ മോചിതനാവുകയാണല്ലോ എന്ന ആഗ്രഹത്തോടുകൂടി റൂഹ് അള്ളാഹുവിലേക്ക് പറന്നുയരുന്ന, അതിന് ധൃതി കാണിക്കുന്ന ഒരു മരണമാകണം. അത് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഇതിലേ കൊണ്ടുവാ എന്ന് മലക്കുകൾ പറയുന്ന അതിന്റെ സുഗന്ധം ഒന്ന് ആസ്വദിക്കട്ടെ. ഞങ്ങൾക്ക് വേണം
എന്ന് പിടിയും വലിയും കൂടുന്ന ആത്മാക്കളായി നമ്മൾ മാറണം. അതിനെന്താ വേണ്ടത്? അള്ളാഹുവിന്റെ സ്നേഹം. ആ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അങ്ങനെ മലക്കുകൾ ആ റൂഹിനെ കൊണ്ടുപോകുമ്പോ, അള്ളാഹുവിങ്കലേക്ക് കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ ആ റൂഹിനോട് പലതും സംസാരിക്കും. റൂഹ് തിരിച്ചവരോട് സംസാരിക്കും. അങ്ങനെ അവർക്ക് വരാനുള്ള നല്ല അനുഭവങ്ങളെ കുറിച്ചെല്ലാം ബോധ്യപ്പെടുമ്പോ, യാ റബ്ബി, യാ അല്ലാഹ്, ഒന്ന് ഖിയാമത്ത് നാൾ ഉണ്ടാക്കി തരുമോ, എനിക്ക് വേഗം പോകാൻ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ അല്ലാഹ് പറയുന്നു, ഈ റൂഹിനോട് മലക്കുകൾ മുഖേന നീ നല്ല ഒരു നിദ്രയിൽ കിടന്നോ, അഥവാ ബർസഖി ജീവിതത്തിൽ അറൂസിന്റെ പുതിയാപ്പളയുടെ മണവാളന്റെ ഒരു ഉറക്കം, യാതൊരുവിധ അല്ലലും അലട്ടലുമില്ലാത്ത ഭൂമുഖത്ത് ഒരുപാട് ആളുകൾ തലയിൽ ഒരുപാട് പ്രയാസങ്ങളുമായി നടന്നു പോകുമ്പോ ആ ഭൂമിക്കടിയിൽ അള്ളാഹു സ്നേഹിച്ച, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ യാതൊരല്ലലും അലട്ടലുമില്ലാതെ കിടന്നുറങ്ങുന്നുണ്ട്. ഖിയാമത്ത് നാള് പ്രതീക്ഷിച്ച്. ഖിയാമത്ത് നാളിലെത്തിയാലോ അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണിതെല്ലാം. വളരെ നൈമിഷികമായ ഈ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ ആനുകൂല്യങ്ങളാണിതെല്ലാം. നാളെ മഹ്ശറയിലെത്തിയാൽ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ ഉണ്ടാകാം. അവിടെയൊക്കെ ആ മനുഷ്യൻ മസ്കൂറാണ്, മറഞ്ഞു നിൽക്കുകയാണ്. അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടതാണ്. സിറാത്തിലേക്ക് നടന്നു പോകുമ്പോ ഇരുട്ടില്ല വെളിച്ചമാണ് നാനാഭാഗത്തും. ആ സിറാത്തിന്റെ അടുത്തെത്തുമ്പോ നരകം പോലും പറയും അവനോട്, ഒന്ന് വേഗം പോയിക്കോ, നിന്റെ നൂറ് കൊണ്ട് എന്റെ ഞാറണഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈമാനിന്റെ വെളിച്ചം കൊണ്ട്, പ്രകാശം കൊണ്ട് നരകത്തിന് വരെ പേടിയാകുന്ന അവസ്ഥയുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ആനുകൂല്യം അള്ളാഹു നൽകുന്നത് അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകൾക്കാണ്. ആ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള പദ്ധതിയാണ് ശരീഅത്ത്. ഹറാം ഒഴിവാക്കുക, ഹലാല് ചെയ്യുക, കൽപ്പിച്ചത് ചെയ്യുക, സുന്നത്തിലേക്ക് വരിക, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്താൻ, മനസ്സിലാക്കാനുള്ള വേദികളാണ് ഇത്തരം വേദികൾ. അല്ലാഹു തആല അതെല്ലാം മനസ്സിലാക്കി കാര്യമായ ഒരു പരിവർത്തനം ജീവിതത്തിൽ ഉണ്ടാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിനെ കാര്യമായി മനസ്സിലാക്കി സ്നേഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന് ദുനിയാവ് തടസ്സമാകുന്ന ദയനീയ അവസ്ഥയിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ, നീ ഇഷ്ടപ്പെടുന്നത് സംസാരിക്കാൻ, നീ ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ, അതുതന്നെ വിചാരിക്കാൻ, നിന്റെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈമാനോടുകൂടി മരണപ്പെട്ട് സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ ആളുകളുടെ ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ. പ്രായമായ മാതാപിതാക്കളും കാരണവന്മാരും പ്രായം ചെന്നവരുമുണ്ട്. ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.